Hello guys, come on, let's make some കരിമീൻ പള്ളത്തി പൊരിച്ചത്. നമ്മൾ ബിൻചേച്ചിയുടെ വീട്ടിൽ പോയി നമ്മൾ കരിമീൻ പള്ളത്തി അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പപ്പ അതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇൻട്രോ ഒക്കെ ഞാൻ അപ്പം തന്നെ ചെയ്തെങ്കിലും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഓൺ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പപ്പ ദാണ്ടേ വെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം മീനൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ഒന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ. അപ്പോൾ അതിലേക്ക് സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചട്ടിയിലിട്ടിങ്ങനെ തേച്ച് അതിൻ്റെ ഉളുമ്പൊക്കെ കളയുക. അത് കഴിഞ്ഞ് മീനിനെ ഇങ്ങനെ നമ്മൾ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വരയത്തില്ലേ, അതേപോലെ അപ്പം ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ മീനും എടുത്തുകൊണ്ട്. അപ്പം ഞാൻ അതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൈഡിൽ. ഇങ്ങനെ എൻ്റെ കുറേ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ മീനൊക്കെ ഇങ്ങനെ വരഞ്ഞ ശേഷം അതിന് മസാല ഇടാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് സ്ലോ പ്രോസസ്സാണല്ലോ, ഓരോരോ മീനെടുത്ത് ഇങ്ങനെ വരയണം. അങ്ങനെ വരഞ്ഞ് പിന്നെ ഞാൻ മീനിൻ്റെ ഭംഗിയൊക്കെ കറക്റ്റായിട്ടാണോ വരഞ്ഞിരിക്കണതെന്നൊക്കെ ഞാൻ എക്സാമിൻ ചെയ്യുകയാണ്. ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, വരഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അതിലേക്ക് ഇച്ചിരി ഉപ്പ്, മഞ്ഞൾ, നമ്മുടെ കുരുമുളക് പൊടി, അതേപോലെ തന്നെ നമുക്ക് നല്ല മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ അരപ്പുണ്ടാക്കണം ഞാൻ, കാരണം എനിക്ക് കുറച്ചധികം എരിവായിട്ടിരുന്നാലേ ഇഷ്ടമാവുള്ളൂ. അതുകൊണ്ട് അരപ്പ് ഞാനാട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അരപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പയോട് ചോദിച്ചു വെളിച്ചെണ്ണയാണോ അതേപോലെ വിനാഗിരിയാണ്. അപ്പോൾ പറഞ്ഞു വെളിച്ചെണ്ണ മതി, വിനാഗിരി ഒന്നും ആലോചിക്കില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു തന്നു. അപ്പോൾ വെളിച്ചെണ്ണയും കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് നല്ലൊരു ബോൾ പോലെ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പൊതുവെ എല്ലാവർക്കും എരിവ് കുറച്ച് കുറവായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇച്ചിരി എരിവ് വേണം. മീനൊക്കെ ആകുമ്പോൾ ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അരപ്പൊക്കെ നന്നായി അരച്ചല്ല പുരട്ടി ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മളിനി മീനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എല്ലാ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പുരട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് നേരം വെച്ച ശേഷം മീനിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 കരിവേപ്പില തണ്ട് നമ്മളിങ്ങനെ വെച്ചു ചുമ്മാതെ. പിന്നെ ഞാൻ ആദ്യം ഡാനിക്കുള്ള മീനാട്ടോ ഫ്രൈ ചെയ്തത്, കാരണം അവന് ഇങ്ങനത്തെ മീനുകൾ ചിലപ്പോഴേ കൂട്ടുള്ളൂ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ടുള്ള തുണ്ടുമീൻ, കഷ്ണം മീൻ 2 എണ്ണം ആദ്യം വറുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, അത് വറുത്ത ശേഷമാണ് നമ്മൾ ഈ കരിമീൻ പള്ളത്തി നമ്മൾ വറുക്കാനിട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ എന്തൊക്കെയോ വന്ന് പറയുകയും കംപ്ലൈൻറ്റ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് സൈഡിൽ കൂടെ. അങ്ങനെ കരിമീൻ പള്ളത്തിയൊക്കെ നമ്മൾ വറുക്കാനിട്ടു. ഓരോന്നായിട്ട് നമ്മൾ സൂക്ഷിച്ച് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മീൻ വറക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ, തളയൊക്കെ വീഴുന്ന സമയത്ത് അതിങ്ങനെ ഇരുന്ന് സ്ലോ ആയിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മീൻ വറക്കുമ്പോൾ നമ്മളൊരു പ്രോമാക്സ് ആണ് മീൻ വറക്കലിന് നാട്ടുകാർ പറഞ്ഞെങ്കിൽ നമ്മളത് പൊടിയാതെ എന്ത് ചെയ്യണം, മറിച്ചിടണം. സക്സസ്ഫുള്ളി ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മീൻ എന്തോ ഇച്ചിരി ഒന്ന് പൊടിഞ്ഞു പോയി. അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, മീനിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഗൈസ്. മീനിന് ആദ്യമേ എന്തോ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ നല്ലപോലെ വൃത്തിയായിട്ട് ഞാൻ മറിച്ചിട്ടു. എൻ്റെ ഇളക്ക് കണ്ടപ്പോൾ പപ്പ പറഞ്ഞു എന്നോട് കൂടുതൽ ഇളക്കി അതിനെ പൊടിക്കണ്ട, അങ്ങനെ റെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് മീനിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. മീനൊക്കെ ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പയ്യെ കോരി എടുത്ത് മാറ്റി വെച്ചു. അതെന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കൈ കൊണ്ട് അതും കൂടി ചെയ്തിട്ടുള്ള എണ്ണ മൊത്തം എൻ്റെ മേത്ത് മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ഇനി വീട്ടിൽ കയറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞ് എൻ്റെ കൈ നിറയെ പൊള്ളലാന്നും പറഞ്ഞ് എന്നെ അടുക്കളയിലും പലപ്പോഴും കയറ്റാറില്ല ഗൈസ്. എപ്പോൾ കയറിയാലും കൈ പൊള്ളിക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ണാനായി. നമ്മളപ്പോൾ കരിമീൻ പള്ളത്തി, അതേപോലെ ബീട്രൂട്ട് തോരൻ,
അതേപോലെ നമ്മൾ ചെറുപയർ ഒലത്തിയതുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഊണുണ്ടു.